ലോകപ്രശസ്തമായിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചിയുടെ ദി ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന കലാസൃഷ്ടിയുടെ ഒറിജിനൽ വേർഷൻ ഉള്ളത് ഈ ഒരു ചർച്ചിനകത്താണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രാം ലൈനുകളിൽ ഒന്നാണ് മിലാനിലെ ട്രാം ലൈൻ 1 എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് ഇപ്പോഴും ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. മിലാൻ പോലെ ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു പാലസ് പാർക്ക്, അതും കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ. ആ ഒരു ഷോപ്പിംഗ് മോളില് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒക്ടഗണൽ ഷേപ്പാണ് വരുന്നത്. അപ്പൊ അതിന്റെ സെൻട്രലായിട്ട് നിലത്ത് മൊസൈക്കിൽ തീർത്ത ഒരു ബുള്ളിന്റെ ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇറ്റലി വിസിറ്റ് ചെയ്യുന്നവര് തീർച്ചയായും യൂസ് ചെയ്യേണ്ട ഒന്നാണ് ഇറ്റാലിയൻ ട്രെയിനുകൾ എന്ന് പറയുന്നത്. ഇറ്റലിയിലെ മെയിൻ സിറ്റീസുകൾ എല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത് ഹൈ സ്പീഡ് ഇറ്റാലിയൻ ട്രെയിനുകളാണ്. ഹായ് ഫ്രണ്ട്സ്, ലോകത്തിലെ ഫാഷൻ തലസ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇറ്റലിയിലെ മിലാനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു സിറ്റിയിലുള്ളത്. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് മിലാൻ സിറ്റിയിൽ എന്തൊക്കെ കാണാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മിലാനില് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാം ലൈൻ 1ലാണ്. എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രാം ലൈനുകളിൽ ഒന്നാണ് മിലാനിലെ ട്രാം ലൈൻ 1 എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് ഇപ്പോഴും ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. നമ്മൾ മോർണിംഗ് ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്തു. ഇനി ലഗേജ് സെൻട്രൽ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണം നമുക്ക് മിലാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാൻ. അപ്പൊ നമ്മുടെ ഹോട്ടലിൽ നിന്നും സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഈ ഒരു ട്രാം ലൈൻ അവൈലബിൾ ആണ്. സാധാ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ടിക്കറ്റ് തന്നെയാണ് വേണ്ടത്. മിലാനിലെ അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊക്കെ തന്നെ ഈ ഒരു ട്രാം ലൈൻ അവൈലബിൾ ആണ്. നമ്മൾ നോർമലി യൂറോപ്പിൽ കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമുക്ക് ഇറ്റലിയിൽ. ഒരു സാധാരണ ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ ക്രോസന്റും ചെറിയ ഒരു കാപ്പിച്ചിനോയും മാത്രമാണ്. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ഇറ്റലിയിലെ ഏറ്റവും പഴക്കമേറിയതും ഒരുപക്ഷെ ഏറ്റവും മനോഹരവുമായിട്ടുള്ള ഷോപ്പിംഗ് മോൾ ആണ്. ഗലേറിയ വിറ്റോറിയോ ഇമ്മാനുവൽ 2 എന്നാണ് അതിന്റെ പേര്. മിലാൻ സിറ്റിയുടെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള മിലാൻ കത്തീഡ്രലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പിംഗ് മോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ട് ആ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണിത്. അപ്പൊ നമ്മൾ ഏർലി മോർണിംഗ് എത്ര നേരത്തെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നമുക്ക് തിരക്ക് കുറഞ്ഞ് ആ ഒരു ഏരിയ കാണാൻ പറ്റും. നമ്മൾ സാധാ കണ്ടുവരുന്ന ഷോപ്പിംഗ് മോളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ഷോപ്പിംഗ് മോള് കാണുമ്പോൾ തന്നെ ഒരു പാലസിന്റെ ഒക്കെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഷോപ്പുകളാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ബ്രാൻഡുകൾ മാത്രമാണ് അതിനകത്ത് ഷോപ്പുകളായിട്ടുള്ളൂ. ആ ഒരു ഷോപ്പിംഗ് മോളില് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒക്ടഗണൽ ഷേപ്പാണ് വരുന്നത്. അപ്പൊ അതിന്റെ സെൻട്രലായിട്ട് നിലത്ത് മൊസൈക്കിൽ തീർത്ത ഒരു ബുള്ളിന്റെ ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ മർമ്മസ്ഥാനത്ത് ഒരു കുഴിയുണ്ട്. അപ്പൊ അതിൽ അവർ പറയുന്നത് നമ്മൾ വലത് കാലിന്റെ മടമ്പ് അതിൽ വെച്ചിട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് 3 തവണ നമ്മൾ കറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കും എന്നാണ് പറയുന്നത്. അത് ശരിക്കൊരു മിത്താണ്. എന്നാൽ പോലും എല്ലാ ടൂറിസ്റ്റുകളും അവിടെ വന്ന് അത് ചെയ്ത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണത്. ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽസിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മിലാൻ കത്തീഡ്രലിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കും. 14ാം സെഞ്ചുറിയിലാണ് ഈ ഒരു കത്തീഡ്രൽ നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കാൻ വേണ്ടി മാത്രം 600 വർഷങ്ങൾ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. മിലാൻ കത്തീഡ്രലിനേക്കാൾ കൂടുതൽ അതിന്റെ റൂഫ് ടോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് നമുക്ക് ഉണ്ടായിരുന്നു. ശരിക്കും കത്തീഡ്രലും റൂഫ് ടോപ്പും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടോ കമ്പൈൻ ചെയ്തിട്ടോ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 3 ദിവസം മുന്നെയാണ് നമ്മൾ ടിക്കറ്റ് നോക്കുന്നത്. പക്ഷെ ടിക്കറ്റ് ഒന്നും തന്നെ അവൈലബിൾ ആയിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ലഞ്ച് കഴിക്കാൻ കയറി. നമ്മൾ ലോകത്ത് എവിടെ നിന്നൊക്കെ പിസ്സ പാസ്ത പോലെയുള്ള ഇറ്റാലിയൻ ഫുഡ് കഴിച്ചാലും
ഇറ്റലിയിൽ വന്ന് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മിലാനിലെ കാസിൽ കാണാനാണ്. ഈ ഒരു കാസിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു സീറ്റാഡെലിന്റെ ഉള്ളിലാണ്. ഈ ഒരു സീറ്റാഡെലിന്റെ ഒരു സൈഡ് വരുന്നത് ഏകദേശം 200 മീറ്റർ ആണ്. അതായത് യൂറോപ്പിലെ കാസിലുകൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു കാസിൽ തന്നെയാണ് മിലാൻ കാസിൽ. ഇതിന്റെ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിനകത്തുള്ള മ്യൂസിയംസ് ഉണ്ട്, അത് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കാസിലിന്റെ പുറം ഭാഗം ആണെങ്കിലും ആ ഒരു സീറ്റാഡെലിന്റെ അകത്തുള്ള ഭാഗമാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ യൂറോപ്പിൽ വിന്റർ ഒക്കെ കഴിഞ്ഞ ഒരു സമ്മർ സ്റ്റാർട്ടിംഗ് ആണ്, സ്പ്രിംഗ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ആ ഒരു പാലസ് ആണെങ്കിലും പാലസിന്റെ ഗാർഡൻ ആണെങ്കിലും ഒക്കെ കാണാൻ. നമ്മളെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഈ ഒരു പാലസ് പാർക്കിലൂടെ വേണം പോകാൻ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പാർക്കിൽ കയറുന്നത്. Hi guys, here is turtles and flowers and fishes. But these are good for nature because they have to take care for the nature long time. We can't take the fishes or turtles. Oh, see, that turtle is moving. മിലാൻ പോലെ ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു പാലസ് പാർക്ക്, അതും കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു പാർക്ക് നമ്മൾ ഒരിക്കലും അവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ ആ ഒരു ഡേയിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ആ ഒരു പാർക്കിലാണ്. അടുത്ത നമ്മളെ ലൊക്കേഷൻ ആർക്ക് ഓഫ് പീസ് ആണ്. യൂറോപ്പിലെ പല സിറ്റികളിലും നമുക്ക് ഇതുപോലെയുള്ള ആർക്ക് ഓഫ് പീസുകൾ കാണാൻ പറ്റും. ഇത് യൂറോപ്യൻ സമാധാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇറ്റലിക്കെതിരായ നെപ്പോളിയന്റെ യുദ്ധം വിജയിച്ചതിന്റെ സ്മാരകമായിട്ടായിരുന്നു. നമ്മൾ മിലാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് മിലാൻ കത്തീഡ്രലിന്റെ റൂഫ് വിസിറ്റ് ചെയ്യണം എന്നായിരുന്നു. എന്നാൽ നമുക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ അതോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിലാൻ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിക്കറ്റ് എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സാന്ത മരിയ ഡെല്ലെ ഗ്രേസി എന്ന് പറയുന്ന ഒരു ചർച്ചിലേക്കാണ്. ആ ഒരു ചർച്ച് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ചർച്ചാണ്, എന്നാൽ അതിനകത്തൊരു നിധിയുണ്ട്. ലോക പ്രശസ്തമായിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചിയുടെ ദി ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന കലാസൃഷ്ടിയുടെ ഒറിജിനൽ വേർഷൻ ഉള്ളത് ഈ ഒരു ചർച്ചിനകത്താണ്. ഈ ഒരു ചർച്ചിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. എന്നാൽ ആ ഒരു കലാസൃഷ്ടി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ആ ഒരു ടിക്കറ്റ് 15 മിനിറ്റുള്ള സ്ലോട്ടിലേക്ക് 30 പേരെയാണ് ഒരു സമയത്ത് അവർ കയറ്റി വിടുള്ളൂ. ഈ ഒരു ടിക്കറ്റും നമ്മൾ 3 ദിവസം മുന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിരുന്നു. നമ്മൾ നേരിട്ട് അവിടെ ഏതെങ്കിലും ഒരു ക്യാൻസലേഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്യാൻസലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ കാണാൻ പോകുന്നത് സഞ്ചാരികളുടെ സ്വപ്ന നഗരമായിട്ടുള്ള കനാലുകളുടെ നാട് അല്ലെങ്കിൽ ദ ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെടുന്ന വെനീസിലേക്കാണ്. ഇറ്റലി വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും യൂസ് ചെയ്യേണ്ട ഒന്നാണ് ഇറ്റാലിയൻ ട്രെയിനുകൾ എന്ന് പറയുന്നത്. ഇറ്റലിയിലെ മെയിൻ സിറ്റീസുകൾ എല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത് ഹൈ സ്പീഡ് ഇറ്റാലിയൻ ട്രെയിനുകളാണ്. മിലാനിൽ നിന്നും വെനീസിലേക്ക് ഏകദേശം 280 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. ഈ ഒരു ട്രെയിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. എല്ലാ ട്രെയിനുകളും സിറ്റി സെൻറ്ററുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫുഡ്, ടോയ്ലറ്റ് ഫെസിലിറ്റികൾ എല്ലാം തന്നെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്,
നിങ്ങൾക്ക് എത്ര നേരത്തെ ഈ ഒരു ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചീപ്പായിട്ട് നമുക്കിതിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതാണ്. മിലാനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെനീസിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.